ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 25. നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമൗവ്യയം. യോഗമായയാൽ സമാവൃതനായ ഞാൻ ഏവർക്കും പ്രത്യക്ഷനല്ല. മൂഢമായ ലോകം ജന്മരഹിതനും നാശരഹിതനുമായ എന്നെ അറിയുന്നില്ല. ഇപ്പം യോഗമായയാൽ സമാവൃതമാകയാലാണ് പരമേശ്വര തത്വത്തെ, ഏകമായ ഈശ്വരത്വത്തെ ലോകർ അറിയാത്തത്. സാത്വികം, രാജസികം, താമസികം എന്നീ 3 ഗുണങ്ങളുടെ ചേരുംപടിയുള്ള ചേർച്ചയാണ് പ്രകൃതി. പ്രപഞ്ചത്തിലെ സർവപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രകൃഷേണ പഞ്ചത്വം യഥാ തഥാ ഇതി പ്രപഞ്ചം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചം. അതിലുള്ള സർവപദാർത്ഥങ്ങളും 3 ഗുണങ്ങളുടെ ചേർച്ചയിൽ നിർമ്മിതങ്ങളാണ്. അപ്പോൾ ബാഹ്യമായത് മാത്രം സത്യമാണെന്ന് വിചാരിക്കുന്നവര് അതിലാൽ ബദ്ധരാകുന്നു. പ്രത്യക്ഷമായിട്ട് കാണുന്നത്, സ്ഥൂലമായിട്ട് കാണുന്നത് മാത്രമാണ് സത്യമെന്ന് വിചാരിക്കുന്നവരാണ് ബദ്ധരാകുന്നത്. എപ്രകാരമാണോ ഒരു സൂചിദ്വാരത്തിലേക്ക് ഒരു നൂല് കോർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ നൂലിൻ്റെ അറ്റത്തെ തന്തുക്കൾ അങ്ങുമിങ്ങും ചിതറി നിൽക്കുമ്പോൾ അത് ആ സൂചിദ്വാരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ അതേ നൂലിനെ തന്നെ നമ്മൾ വെള്ളമോ മറ്റോ ഉപയോഗിച്ച് അഗ്രമാക്കി തീർത്താൽ ആദ്യം പ്രവേശിക്കാത്ത നൂല് ആ സൂചിദ്വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതുപോലെ ബാഹ്യമായ ദൃഷ്ടി മാത്രം ഉള്ളവര് ഈ മായയാൽ ബദ്ധരാകുന്നു. എന്നാൽ സൂക്ഷ്മദൃഷ്ടി കൈവരിക്കുന്നതിനനുസരിച്ച് സൂക്ഷ്മമായതിനെ അറിയാൻ അവർക്ക് സാധിക്കും. ഇപ്പൊ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ മാത്രം കുടുങ്ങിപ്പോകുന്നവര്, അതിനുപരി ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നവര്, അതിന് അതീതമായിരിക്കുന്ന, അതിനുപരിയുള്ള പരമമായ സത്യത്തെ അറിയുന്നില്ല. ഈശ്വരന്റെ വാസ്തവികമായ രൂപം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കാണുക എന്നൊക്കെ പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുക എന്നല്ല, അത് ബാഹ്യമായവയെയാണ് കാണുക. ഈശ്വര ദർശനം എന്നൊക്കെ പറയുമ്പോൾ അത് അറിയലാണ്. അതിനെയാണ് കാണുക എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞിരുന്നത്. ഇവിടെ യോഗമായയാൽ സമാവൃതനായ ഞാൻ ഏവർക്കും പ്രത്യക്ഷനാകുന്നില്ല എന്ന് പറയുന്നതിലൂടെ, അവിടെ ഞാൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ ഉണ്ടായ രൂപനാമങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാവത്തെ അല്ല. രൂപനാമങ്ങൾ ഉണ്ടായതാണ്, രൂപനാമങ്ങൾ വിലയിക്കുകയും ചെയ്യും. അതിനുപരിയുള്ള, രൂപനാമങ്ങൾക്ക് ഉപരിയുള്ള സൂക്ഷ്മമായ തത്വത്തെ അറിയുന്നില്ല. എപ്രകാരമാണോ മേഘത്താൽ മറയ്ക്കപ്പെട്ട സൂര്യബിംബത്തെ കാണാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്, അതുപോലെ എന്ന് ദൃഷ്ടാന്തം പറയുകയാണ്. വാസ്തവത്തിൽ ആപേക്ഷികമായി നമ്മുടെ വളരെ അടുത്താണ് മേഘമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ സൂര്യനോ വളരെ വിദൂരത്താണെന്ന് നമുക്കറിയാം. ആ സൂര്യനെ ഈ മേഘമണ്ഡലം മറയ്ക്കുന്നില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ച് അത് മറയ്ക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ത്രിഗുണാത്മികയായ മായ
പരമമായ സത്യത്തെ, പരമാത്മാവിനെ മറയ്ക്കുന്നു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം? ആരെയാണത് മറയ്ക്കുന്നത്? സൂക്ഷ്മമായ തത്വത്തെ വിചാരം ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ചാണ് ഈ മായ ബാധിക്കപ്പെടുന്നത്. ഏകമായ സത്യത്തെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കുന്നവർ, നിരന്തരമായ അനുസന്ധാനത്തിലൂടെ അവർ പരമാത്മാവിനെ ദർശിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ലോകത്തിൽ നമുക്ക് വിലയിരുത്തുമ്പോൾ ഒരു മായാവിയെ വിലയിരുത്തി നോക്കാം. ഒരു മായാവിയുടെ വിശിഷ്ടങ്ങളായ മായാപ്രയോഗങ്ങളാൽ അയാളുടെ പല പല ദൃശ്യ ശ്രാവ്യഭാവങ്ങളിലൂടെ നമ്മളങ്ങനെ ഭ്രമിച്ച് അത് സത്യമാണെന്ന് കരുതുന്ന ഘട്ടമുണ്ട്. താൽക്കാലികമായിട്ടെങ്കിലും നമ്മുടെ ബുദ്ധിയെ അത് മോഹിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചിരിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, ആകുലരാവുന്നുണ്ട്. ഈ മായാവിക്ക് ചിലപ്പോൾ സിംഹമായും കടുവയായും ഒക്കെ കാണുന്ന ആളുകളിൽ കമ്പനങ്ങളെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ സാധിക്കും, ഭയപ്പെടുത്താനൊക്കെ സാധിച്ചു എന്ന് വരും. ഇതുപോലെ ഭഗവാന്റെ തന്നെ സ്വമായയാൽ സ്വയം ബാധിക്കപ്പെടാതെ ലോകരെ ബന്ധിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ബന്ധിക്കപ്പെടുന്നില്ല, പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ സ്ഥൂലദൃഷ്ടികളെ സംബന്ധിച്ച് അത് ബന്ധിക്കപ്പെടുന്നു, അത് ബാധിക്കപ്പെടുന്നു. ആരാണോ ആ പരമമായ സത്യത്തെ അറിയുന്നത്, അങ്ങനെയുള്ള മഹത്തുക്കളും ഇതിനാൽ ബന്ധിക്കപ്പെടുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്തേ വഴിയുള്ളൂ? ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ മായയെ അതിക്രമിക്കാൻ പറ്റൂ. അറിവ് കൊണ്ട്, പരമമായ സത്യത്തെ അറിയുന്നതിലൂടെ മാത്രമേ ഈ മായയുടെ പിടിയിൽ നിന്ന് നമുക്ക് മോചിതരാവാൻ സാധിക്കൂ. അപ്പോൾ എല്ലാറ്റിനും സത്തായിട്ട്, എല്ലാറ്റിനും ഉണ്മയായി വർത്തിക്കുന്ന അനന്ത മഹിമാവാർന്ന ഒരു പരമാത്മാവ്, ഒരു പരമമായ ചൈതന്യം, ഒരു പരമേശ്വരൻ, അതാണ് വാസ്തവത്തിൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപമെന്ന് ഉണ്ടെങ്കിലും എല്ലാവരും എന്തുകൊണ്ട് അതിനെ അറിയുന്നില്ല? ആ ആത്മതത്വത്തെ, ആ പരമേശ്വര തത്വത്തെ മൂടുന്ന മറ എന്താണ്? ആ പരമാത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. അങ്ങനെ ജനിമൃതികൾക്ക് വിധേയനായ ജീവനായിട്ട് എന്നിട്ടും അത് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതുമായിട്ട് തോന്നുന്നുണ്ടല്ലോ നമുക്ക്. നമ്മളൊക്കെ ജനിക്കുന്നതും മരിക്കുന്നതും അല്ലേ സ്ഥൂലദൃഷ്ടിയിൽ. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ മരിച്ചു, ഞാൻ ജനിച്ചു എന്നൊക്കെ, ഞാൻ ജനിച്ചു, ഞാൻ മരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത്? പക്ഷെ ഞാൻ എന്നുള്ളത് ആത്മതത്വം, അത് മരിക്കുന്നില്ല, ജനിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് അറിയുന്നില്ല? ഇത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാവരും ചിന്തിക്കുന്നവരാണ്. പ്രത്യേകിച്ച് വിവേകമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ. എവിടെ നിന്നാണ് നമ്മൾ ജനിച്ചത്? എവിടേക്കാണ് അത് ചെന്ന് ചേരുന്നത്? ഇതിൻ്റെ ജനിക്കാത്ത മരിക്കാത്ത ഭാവം എന്താണ്? ഇതൊരു സാധകന് വേണ്ട ഗുണങ്ങളും കൂടിയാണ് ഈ അന്വേഷണം. അപ്പൊ ത്രിഗുണാത്മികയായ മായയാണ് മറയ്ക്കുന്നത് എന്ന് മൂഢന്മാരായവർ അറിയുന്നില്ല. മൂഢന്മാർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ശരിയും തെറ്റും തിരിച്ചറിയാത്തവർ, മായയാൽ, അജ്ഞാനത്താൽ, അവിദ്യയാൽ മൂടപ്പെട്ടവർ. ഒരു പഠിക്കാൻ വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുഴക്കുന്ന ഒരു ചോദ്യമാണ് മായാവാദം. എന്നാൽ ആധ്യാത്മിക ശാസ്ത്രങ്ങളെ വസ്തുനിഷ്ഠമായിട്ട്
ബുദ്ധിപരമായിട്ട് ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ, വിശേഷിച്ചിട്ട് വേദാന്ത ജ്ഞാനത്തെ ആത്മനിഷ്ഠമായി സമീപിക്കുമ്പോൾ ഈ മായാവാദത്തിൻ്റെ പൊരുള് നമുക്ക് വ്യക്തമാവും. ഈ ഒന്നായ പരമ്പൊരുളിനെ പലതായി തോന്നിക്കുന്ന ഒരു വിചിത്ര ശക്തിയാണ് മായ എന്നറിയാൻ കഴിയും. നിരന്തരമായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ദുഃഖസാന്ദ്രമായ ഒരു മിഥ്യാജഗത്തിനെ സൃഷ്ടിച്ചിട്ട് നമ്മെ, ജീവനെ ഭ്രമിപ്പിക്കുന്ന അവിദ്യ, മായ എന്നൊക്കെ പറയുന്ന സപ്തരജ തമോ ഗുണങ്ങളുടെ ചേർച്ചയോട് കൂടിയത് ആണ് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ബാധിക്കപ്പെടുന്നില്ല. എപ്രകാരമാണ് ഒരു പ്രിസത്തിലൂടെ കടക്കുന്ന സൂര്യരശ്മി 7 കളറുകളായി കാണപ്പെടുന്നത്, അതുപോലെ ഏകനായ ഈശ്വരൻ പരമാത്മാവ് 3 ഗുണങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് പലതായി വൈവിധ്യമാർന്ന ജഗത്തായി കാണുന്നത് എന്ന് മനസ്സിലാവും. അതിന് എന്ത് വേണം? അതിന് ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് പ്രയത്നിക്കണം. അങ്ങനെ മായാമറ നീക്കി ആത്മദർശനം നേടാൻ സാധിക്കും. അതിനെന്തൊക്കെ ഗുണങ്ങൾ വേണം? ആത്മസംയമനം ശീലിക്കണം, ശ്രവണം ചെയ്യണം, ശാസ്ത്രങ്ങളെ നിരന്തരം ശ്രവിക്കണം. ശ്രവിച്ചാൽ മാത്രം പോരാ, ഒരു പ്രാവശ്യം കേട്ടതിന് 10 പ്രാവശ്യം മനനം ചെയ്യണം. 10 പ്രാവശ്യം കേൾക്കുന്നതിനല്ല പ്രാധാന്യം, ഒരു പ്രാവശ്യം കേട്ടതിന് 10 പ്രാവശ്യം മനനം ചെയ്യണം. മനനം ചെയ്തതിനെ നിധിധ്യാസനത്തിലൂടെ, ധ്യാനത്തിലൂടെ ഉറപ്പിക്കണം. ഇങ്ങനെയുള്ള സാധനകൾ വഴിയായിട്ട് മനസ്സിൽ വന്നിരിക്കുന്ന വിക്ഷേപവും ആവരണവും നീങ്ങുമ്പോൾ, അതായത് മായയുടെ 2 ശക്തികളാണ് വിക്ഷേപവും ആവരണവും, അത് നീങ്ങുമ്പോൾ തൻ്റെ ശരിയായ സ്വരൂപത്തെ, എങ്ങനെയുള്ള സ്വരൂപത്തെ? ജനിക്കാത്തതും നശിക്കാത്തതുമായ എന്നെ, പരമാത്മാവിനെ സംശയലേശമെന്നെ അറിയാൻ സാധിക്കുന്നു. വിക്ഷേപ ആവരണം നീങ്ങാത്ത കാലത്തോളം ആത്മാനുഭൂതി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, കേവലം ഒരു വ്യക്തി ആണ് താനെന്ന് കരുതി പല പല വിഷയ സുഖങ്ങളിൽ അങ്ങനെ, നൈമിഷികങ്ങളായ സുഖങ്ങളിൽ അങ്ങനെ സംതൃപ്തി അടയാമെന്ന് മോഹിച്ചു പോകുന്നു. പരിണതഫലമായി ദുഃഖം, ക്ലേശം അനുഭവിക്കുന്നു. ആഗ്രഹങ്ങളും നിരാശകളും ഭയാശങ്കകളും കൊണ്ട് അങ്ങനെ അസ്വസ്ഥമായ ക്ഷണനേരം പോലും നിശ്ചലമായിട്ട് നിലകൊള്ളാനോ ശാന്തമായിരിക്കാനോ ഈ ആത്മസ്വരൂപത്തെക്കുറിച്ച് സൂക്ഷ്മദൃഷ്ടി കൈവരിക്കാനോ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ നാമരൂപ വൈവിധ്യമാർന്ന ഈ ജഗത്തിൻ്റെ രൂപം കൈക്കൊണ്ട് മായയാകുന്ന ഈ യവനിക പരമാത്മാവിനെ മറയ്ക്കുന്നു. എങ്ങനെയാണോ പാമ്പ് കയറിനെ എന്ന പോലെ, മരുമരീചിക മണലാരണ്യത്തെ എന്ന പോലെ, അലകൾ ആഴിയെ എന്ന പോലെ മായ ആത്മാവിനെ മറച്ചു കളയുന്നു. വാസ്തവത്തിൽ മറയ്ക്കുന്നില്ല, അജ്ഞാനം കൊണ്ട് മറച്ചതായിട്ട് തോന്നുന്നു. അങ്ങനെ അജ്ഞാനത്തിലാണ് ബദ്ധരാകുന്നത്, ഇതൊക്കെ ബന്ധിക്കപ്പെടുന്നത്. അപ്പൊ ജ്ഞാനസ്വരൂപിയായ എന്നെ മായ ബാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തേ വഴിയുള്ളൂ? അറിയുക, അറിയുക, അറിയുക. ഭഗവാൻ പറയാ, ഞാനെല്ലാം അറിയുന്നു, എന്നെ ആരും അറിയുന്നില്ല. ഞാനെല്ലാം അറിയുന്നു, എന്നെ ആരും അറിയുന്നില്ല. ഞാൻ ആരാണ് എന്നാരും അറിയുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മാ. അപ്പൊ പരമാത്മാവിനെ അറിയാതെ പോകുന്നത് ഇങ്ങനെ മായയാൽ ആവരണം കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്.